കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് സക്സസ് സ്റ്റോറി ക്രൂ ഉള്ളത് ഇങ്ങ് വടക്കുംപാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. നിങ്ങൾക്കറിയാം, തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളി പഞ്ചായത്തിൽ, എരഞ്ഞോളി പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ വടക്കുംപാട് എന്ന സ്ഥലത്ത് ഇവിടെ ഞങ്ങൾ ഒരു ജാഫർ എന്ന കലാകാരനെ തേടിയാണ് എത്തിയിരിക്കുന്നത്. ജാഫർ ജാസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഏതാണ്ട് 4.5 പതിറ്റാണ്ട് കാലമായി സംഗീത ലോകത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം, പീർ മുഹമ്മദ്, എരഞ്ഞോളി മൂസ, അതുപോലെ കണ്ണൂർ സലീം, കണ്ണൂർ ഷെരീഫ് എന്നിവർക്കൊപ്പം എപ്പോഴും നിറസാന്നിധ്യമായി വേദികളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ്. നമ്മുടെ സംഗീത സംവിധായകൻ ദീപക് ദേവുമായി വളരെ ആഴത്തിലുള്ള സൗഹൃദം അത് ദുബായിലൊക്കെ വെച്ചിട്ടുണ്ടായിട്ടുള്ളതാണ്. വലിയ ദീപക് ചെറിയ കാലത്ത് എടുത്തു നടന്ന ഒരു സൗഹൃദവും ബന്ധമൊക്കെ ഉള്ള ഒരു കലാകാരൻ. ഒത്തിരി വേദികളിൽ, വിദേശത്തും സ്വദേശത്തുമായി നൂറുകണക്കിന് വേദികളിൽ പാട്ട് പാടുകയും റിതം അവതരിപ്പിക്കുകയും ഒക്കെ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു കലാകാരനിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ ഈ ജാഫർ എങ്ങനെ ജാഫറായി, എങ്ങനെയാണ് അദ്ദേഹം ഈ കലാരംഗത്ത് മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ അതുപോലെ തന്നെ മെലഡി ഗാനങ്ങളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തത്, ശ്രോതാക്കളുടെ മനം കവർന്ന ആ കലാകാരൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം ജാഫർ ജാസിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ജാഫർ ഈ ജാഫർ ജാസ് വന്നത് ശരിക്കും? എനിക്ക് വടകര ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് ജാസ്. ആ ജാസ് എടുത്തിട്ടതാണോ? അല്ല, അതായിരുന്നു എന്റെ അപ്പൊ അവിടെ ഒരു സെക്കൻഡ് നെയിം വിളിക്കുന്നത്. അപ്പൊ ജാസ് എന്നാണ് വിളിക്കാറുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ആ ജാസ് ഉണ്ടായി. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ YMA ഓർക്കസ്ട്രയിൽ അവിടെ ജസ്റ്റ് ഒരു വൈകുന്നേരം ജാസ് വായിക്കുന്ന സമയത്ത് എരഞ്ഞോളി മൂസക്ക ഇത് കണ്ടു. അവിടെ നീ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ സുഹൃത്ത് ഷമീർ അവിടെ ഉണ്ടായിരുന്നു, ചോയ്സ് ഷമീർ. അപ്പൊ ഷമീറിനോട് പറഞ്ഞു, ഇപ്പൊ ചോയ്സ് ഓർക്കസ്ട്ര നല്ല പ്രശസ്തമായ ഓർക്കസ്ട്ര ഇവനെ ചോയ്സില് ജാസ് വഹിക്കാനാക്കുന്നു. അപ്പൊ എന്റെ കയ്യിൽ ജാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷമീറിന് ഒരു ജാസ് എനിക്ക് തന്നു, പഴയ ജാസ്. ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ജാസ്. അതിന് ഡ്രംസ് എന്നാ പറയാം. അപ്പൊ അതിന് ജാസ് എന്നുള്ളതും പറയും. അപ്പോ ഷമീർ എനിക്ക് തന്നു. എന്നെ ചോയ്സ് ഓർക്കസ്ട്രയിൽ ഡ്രം പ്ലെയർ ആയിട്ട് നിയമിച്ചു. അപ്പൊ അതിൽ കൂടിയാണ് ഞാൻ ജാസിലേക്ക് വരുന്നത്. അതിപ്പോ ഒരു 10-20 വർഷമായി. അങ്ങനെയാണ് പേര് വന്നത്. ജാഫറിന്റെ ജനനം എവിടെയാണ് ശരിക്കും? ഞാൻ ബോംബെയിലാണ് ജനിച്ചത്. അതെങ്ങനെ ബോംബെയിൽ? എന്റെ ഫാദർ സീമാനാണ്, കപ്പലിൽ ജോലി ചെയ്യുന്ന ആളാണ്. സീമാൻ, കപ്പൽ മനുഷ്യൻ. അപ്പോ എന്തായിരുന്നു പിതാവിന്റെ പേര്? അസീസ്. ഉമ്മാന്റെ പേര്? സൈനബ. അപ്പൊ സീമാനായിട്ട് ബോംബെയിൽ എവിടെ ഉണ്ടായിരുന്നത്? ബോംബെയിൽ പയലാഗലി. ബിസ്തിമുല്ല. അവിടെയായിരുന്നു നിങ്ങൾ താമസിച്ചിരുന്നത്? ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പിതാവ് എങ്ങനെ, പിതാവിന്റെ എങ്ങനെയായിരുന്നു? കപ്പലിൽ പോയാല് ഇങ്ങനെ നാട്ടില് അവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു യാത്രയൊക്കെ എത്ര കാലം നീണ്ടു നിൽക്കുന്ന സീമാന്റെ യാത്രയൊക്കെ? അന്നകാലത്ത് അന്ന് ഒരു കൊല്ലം 1.5 കൊല്ലം നാട്ടിൽ വരിക. അത് ഷിപ്പിൽ പോയാലും ഏതൊക്കെ രാജ്യത്തേക്കാ മൂപ്പര പോക്ക്? ഏതൊക്കെ രാജ്യങ്ങളിലേക്കാ പോയിരുന്നത്? എല്ലാ രാജ്യത്തേക്കും ഷിപ്പിൽ പോകും. 1.5 വർഷം കൂടുമ്പോഴേ വരും. നാട്ടിൽ വരുള്ളൂ. ബോംബെയിൽ വന്നിറങ്ങുന്ന രംഗം എങ്ങനെയാണ്? ഈ ഇടക്കിടക്ക് വരും, നാട്ടിലേക്ക് വരും. പിതാവിന്റെ പേരെന്തായിരുന്നു? അസീസ് അല്ലേ? സീതാരകത്ത്. എവിടെയാ അവരുടെ വീട് ശരിക്കും? കണ്ണൂർ സിറ്റി. ഓ, കണ്ണൂർ സിറ്റി ബന്ധമുണ്ട്. കണ്ണൂർ സിറ്റിയിലും മാമ്പയിലും, ഇവിടെ മാമ്പ എന്ന സ്ഥലം ഇവിടെ. അപ്പൊ അവിടെയുള്ള മാമ്പയിൽ മായിമ്പോക്കർ സൈതായുടെ താവയും മര്യാദകളാണ് ഉപ്പ. അങ്ങനെയാണ്. അപ്പൊ കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമുറങ്ങുന്ന അറക്കൽ രാജവംശത്തിന്റെ ഒക്കെ പാരമ്പര്യമുള്ള നല്ല അടുപ്പമുള്ള കുടുംബമാണ്. അപ്പൊ സീമാനായിരുന്നു ഉപ്പ. അപ്പൊ അങ്ങനെ ഈ 1.5 വർഷം 2 വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരിക. 1.5 വർഷം അധികം 1 വർഷം കൂടുമ്പോ വരും. എങ്ങോട്ടേക്കാ വരവ്? കണ്ണൂർ സിറ്റിയിലേക്കാണോ? തലശ്ശേരി. എവിടെയോ ഉപ്പ താമസിച്ചത് അന്ന്? നിങ്ങൾക്ക് ഫസ്റ്റ് എന്റെ ഓർമ്മയിൽ താമസം മെയിൻ റോഡ് AP വാച്ച് വർക്സില്ല. അതിന്റെ ഇതില് പുറത്തുള്ള പാണ്ഡ്യയിലും ആ ഷോപ്പും അവരുടെ ബാക്കിലുള്ള വലിയ വീടൊക്കെ നമ്മളായിരുന്നു. ഉമ്മ ചേറ്റൻകുന്നാണ്. എന്താ പേര് ഉമ്മാന്റെ? പേര് സൈനബ. വീട്ടുപേര്?
പുതിയ പറമ്പ്. പുതിയ പറമ്പത്ത് സൈനവയെ ഉപ്പ കല്യാണം കഴിച്ചിട്ടാണ് തലശ്ശേരിയിലേക്ക് പുതിയാപ്പിളയായിട്ട് വരുന്നത്. അങ്ങനെയാണ് എന്റെ കാർണോറാണ് പുതിയാപ്പിളയായിട്ട് എടുക്കുന്നത്. കാർന്നൂർ ബോംബെയിൽ അവര് ടാറ്റ കമ്പനിയിലായിരുന്നു. ടാറ്റ കമ്പനിയിൽ, കാർന്നൂർ ടാറ്റ കമ്പനിയിലായിരുന്നു. ഉപ്പ സീമനായിരുന്നു. അപ്പൊ അവിടെ വെച്ച് പുതിയാപ്പിളയെ കണ്ടെത്തി മരുവക്ക് വേണ്ടി എടുത്തു. അങ്ങനെ കല്യാണം കഴിയുന്നു. അങ്ങനെയാണ് നിങ്ങൾ തലശ്ശേരിയിലേക്ക് വരുന്നത്. ഉപ്പാന്റെ നാട് കണ്ണൂർ സിറ്റി, ഉമ്മ തലശ്ശേരി. ഈ ബോംബെയിൽ ജനിക്കേണ്ട സാഹചര്യം എങ്ങനെയാണ്? അവിടെ സെറ്റിലായി നിങ്ങൾ? അവിടെ 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? നമ്മള് ഇപ്പം 7 മക്കളുണ്ടായിരുന്നു. നിങ്ങൾ എത്രാമത്തെ ആളാണ്? ഞാന് ശരിക്കും 9 മക്കളാണ്. 2 മരിച്ചുപോയി. ഇപ്പോ നിലവിലിപ്പോ 2 ആണും 3 പെണ്ണുള്ളത്. അല്ല, നിങ്ങള് മക്കളിൽ എത്രാമത്തെ ആളായിരുന്നു? മക്കളില് ഞാന് രണ്ടാമത്തെ ആൾ. അപ്പൊ രണ്ടാമത്തെ കുട്ടി മൂത്തയാൾക്ക് ജന്മം നൽകിയത് ബോംബെയിലാണോ? അല്ല, നിങ്ങൾ മാത്രമേ ബോംബെയിൽ ജനിച്ചിട്ടുള്ളൂ. ബോംബെയിൽ ജനിച്ചു. അവിടെ തന്നെയായിരുന്നു പഠനം? അവിടെ ഒരു 2 വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു. ഉപ്പ ഇങ്ങനെ നാട്ടിലേക്കുള്ള വരവ് എങ്ങനെയാ? ഈ ലോറിയിലെല്ലാം സാധനം കൊണ്ടുവരുന്നത്? ഉപ്പ ഒരു ബിസിനസ്മാൻ. ഞാൻ ചെറുതിലെ പാട്ട് കേട്ടിട്ടാണ് വളർന്നത്. അതെങ്ങനെ? ഉപ്പ പാട്ടുകാരനായിരുന്നോ? എല്ലാം. അന്ന് റെക്കോർഡ് പ്ലെയർ, ഗ്രാമഫോൺ, റെക്കോർഡ് പ്ലെയർ, സ്കൂള്, പിന്നെ ടാപ്പ് റിക്കാർഡ്, ഇതെല്ലാം മാറുന്നത് ഉപ്പ കൊണ്ടുവരും. കപ്പലിലായതുകൊണ്ട് യാത്ര കഴിഞ്ഞ് വരും ഓരോന്നും കൊണ്ടുവരും. ഇവിടെ തന്നെ നമ്മള് അന്ന് ബിസിനസ് ഉണ്ടായിരുന്നു, ഫോറിൻ കച്ചവടം. അപ്പൊ അതിങ്ങനെ ലോഡായിട്ടാണ് കൊണ്ടുവരാം. അവിടുന്ന് ലോഡായിട്ട് കൊണ്ടുവരും ഈ സാധനങ്ങൾ മുഴുവൻ. അങ്ങനെയുള്ള ഓരോ സാധനം കൊണ്ടുവരും. അത് കള്ളക്കടത്തല്ലേ അന്നത്തെ കാലത്ത്? അന്ന് അങ്ങനെ ആയിരുന്നു പറയാം. അതെ, അന്ന് നാടോടിക്കാറ്റ് സിനിമയില്, അല്ല നമ്മൾ ഏതാണ് 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയിലാണെന്നോ ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ അങ്ങനെ. അല്ല, അത് സാധനം എന്ന് പറയുമ്പോ ബൾക്കായിട്ട് എന്ന് പറയുന്ന ഒരു സാധനമല്ല, നമ്മള് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മുഴുവൻ, പിന്നെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള സാധനമൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടാവും. ഒരു ലോറി നിറച്ച് സാധനമായിട്ട് പോയി. ഇത് എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ട് എനിക്ക് അത് നമ്മുടെ സുബൈർ മാഷിന്റെ പ്രൊഫസർ എ പി സുബൈർ മാഷൊക്കെ അന്ന് ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ജാഫർ ജാസിന്റെ പിതാവ് ഒരു വർഷം കൂടുമ്പോൾ ബോംബെയിൽ നിന്ന് വരിക ഒരു ലോഡ് സാധനവുമായിട്ടാണ്, ബന്ധുക്കൾക്കൊക്കെ വേണ്ട സാധനങ്ങളുമായിട്ടാണ്. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾ പഠിച്ചത് എവിടെയാണ്? ഞാൻ LP സ്കൂള്, ഗേൾസ് LP സ്കൂളായിരുന്നു. LP സ്കൂൾ 4ാം ക്ലാസ് വരെ. പിന്നെ മുബാറക്ക് ഹൈസ്കൂൾ, മുബാറക്കില് പഠിച്ചു. എപ്പോഴാണ് ഈ ഒരു പാട്ടുകാരൻ എന്ന നിലക്ക് ആദ്യം പാടുന്നത് എപ്പോഴാണ് ശരിക്കും? പാട്ടുകാരൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞേ, ചെറുതിലെ ഇങ്ങനെ പാടുമായിരുന്നു, വീട്ടിൽ നിന്ന് പാടുമായിരുന്നു. അടുക്കളയിൽ നമ്മളെ കൂടെ ഉണ്ടല്ലോ അലൂമിനിയത്തിന്, അത് മുട്ടിയിട്ടൊക്കെ പാടും. എന്താണ് പാടിക്കൊണ്ടിരുന്നത് അന്ന്? മാപ്പിളപ്പാട്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ട്? ഏതാണ് അന്ന്? റംലാൻ ബീഗത്തിന്റെ പാട്ട്. ഏതായിരുന്നു? ലോകം. പിന്നെ ആയിഷ ബീഗത്തിന്റെ മലക്കുൽ മൗത്ത്, അസ്രായി. അല്ല, ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതായിരുന്നു? അങ്ങനെ പറയുന്നില്ല, പല പാട്ടും കേൾക്കുന്നത് എല്ലാം പ്രിയപ്പെട്ട. ഏതാണ് അടുക്കളപ്പാട്ട്? ഒരു 4 വരി അടുക്കളപ്പാട്ട് ആദ്യം പാടാം, എന്നാലേ നമുക്ക് മദ്രസ കാലത്തെ പാട്ട് പാടാൻ പറ്റുള്ളൂ. മലക്കുൽ മൗത്ത് അസ്രായിൽ അണഞ്ഞിടും ചലനമൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യ റസൂലിന്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ, കണ്ണിനു കാട്ടിടണേ. അതാണ് അടുക്കള ഫസ്റ്റ് പാടുന്നത്. അന്ന് മദ്രസന്ന് അന്നത്തെ പൈസ കിട്ടുന്ന സോപ്പ് പൊട്ടി കപ്പ് ഇതൊക്കെ ആയിരുന്നല്ലോ, അത് വാങ്ങിക്കൊണ്ടുവന്ന. അപ്പൊ ഇതേതാ കിട്ടിയെന്ന് വെച്ചാൽ പാട്ട് പാടിയിട്ടാണ്. അന്ന് എന്റെ വിലക്ക് പാട്ട് പാടാൻ പാടില്ല. ഉമ്മാമ പാട്ട് പാടാം. അതാ മോശം. എന്താണെന്നറിയില്ല, അന്ന് ഭയങ്കര ഇതാണ്. ഇത് ഒരു ദാരിദ്ര്യം പിടിച്ചൊരു പണിയാണ്. വീട്ടിൽ പാട്ട് പാടുക, നാടകം കളിക്കുക, സിനിമ കാണുക എന്നെല്ലാം പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. എനിക്ക് അന്ന് ഒരു ബുൾബുൾ അതുണ്ടായിരുന്നു. അതും ഇതേപോലെ ദേഷ്യം പിടിച്ചിട്ട് ഒരു കുടിച്ചത്. ഉമ്മാമ പൊട്ടിച്ചു കളഞ്ഞ ബുൾബുൾ അതൊരു സംഗീത ഉപകരണമാണ്. അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞ ബാല്യമാണ്. അതിനുശേഷം പിന്നെ എപ്പോഴാണ് ഈ മദ്രസ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടാ പോകുന്നത്? മദ്രസ കാലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയായിരുന്നു മദ്രസ പഠിച്ചത്? ജൂലിയർ റോഡ് കാന്തലാട്ട് പള്ളിയിലായിരുന്നു. കാന്തലാട്ട് പള്ളി ഇപ്പൊ പുതുക്കി പണിതെന്നല്ലേ, ആ പള്ളിയിലാണ് മദ്രസ. എന്താണ് മദ്രസ കാലത്തെ ഓർമ്മകളൊക്കെ? എന്താണ് ആ കാലത്തെ മദ്രസ? അന്നത്തെ മൊത്തത്തിൽ പറയാനുള്ള എന്തെന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവരോടും ആദരവും ഉസ്താക്കന്മാരോടെല്ലാം ഭയങ്കര ഓർമ്മയുണ്ട്. ഉസ്താദന്മാരെയൊക്കെ ആരാണ് ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദ്? തുർക്കി ഉസ്താദ് എന്ന് വിളിക്കാം. തുർക്കി എന്ന് വന്ന ആളാണ്. തുർക്കി ഉസ്താദ് എന്ന് വിളിക്കാം. അവരെ പേരെന്താന്ന് ഇപ്പൊ എനിക്കറിയില്ല. തുർക്കി മൊയിലാർക്കാന്ന് വിളിക്കാം. തുർക്കി മൊയിലാർക്ക. അതാണ് മദ്രസ കാലഘട്ടത്തിലെ ഓർമ്മകൾ.
അങ്ങനെ അവിടെയാണ് അവരായിരുന്നു അവിടുത്തെ സദർ. സദർ. മതപഠനം എത്ര വരെ കൊണ്ടുപോയായിരുന്നു? ഞാൻ 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വരെ. ജാഫർ, ഈ മതപഠനം കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? മദ്രസ പഠനം, സ്കൂൾ പഠനം? അപ്പോൾ എവിടെ സ്കൂൾ പഠനവും ബ്രേക്ക് ആയത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. എന്താ ബ്രേക്ക് ആകാൻ കാരണം? അവിടെ ഒരു ഇലക്ഷൻ സമയത്ത് ഞാൻ SFIന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. മുബാറക് സ്കൂൾ. ഫുൾ MSF ആയിരിക്കും അവിടെ. MSFന്റെ. അപ്പൊ അവിടെയുള്ള ഒരു എന്റെ നെയ്ബർ ഉണ്ടായിരുന്നു, ഉച്ചു എന്ന് വിളിക്കാം, അവര് മുഴുവൻ പേരൊന്നും അറിയില്ല. അപ്പം വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ SFIന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്, നിൽക്കുന്നത് വലിയ പ്രശ്നമാണ്, സമരവും ഇതെല്ലാം ആകെ വടക്കായി പോവും. അപ്പം SFI ആയാൽ വടക്കായി പോകുന്നതാണ് അന്നത്തെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയുള്ള ഒരു ഇതാണ്. അവര് പറഞ്ഞത് എന്താന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോ വീട്ടിൽ നിന്ന് അത് പറഞ്ഞ അതിൽ നിന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അന്നാണ് അത് പിൻവലിക്കുന്നത്. അപ്പോൾ MSFന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു അല്ലേ. അപ്പൊ മാനത്തങ്ങണ്ടി ഇസ്മായിൽ സീനിയറാണ്, മരണപ്പെട്ടു പോയി. അപ്പൊ അവരൊക്കെ എന്നെ അടിക്കും എന്നുള്ള ഒരു ഇത് വന്നപ്പോ സ്കൂൾ കട്ട് ചെയ്തു. നിങ്ങൾ SFIനെ പറ്റിച്ചു? അതെനിക്ക് അറിയില്ലല്ലോ, എനിക്കതിന്റെ ഒരു സംഭവം അറിയില്ല. ഇവരെന്നെ എന്റെ MSFന്റെ ആൾക്കാരുടെ പിന്നിലുണ്ടായിരുന്നു. പറയുമ്പോ വേറെ പ്രശ്നം അങ്ങനെ ഞാൻ പിന്നെ ഇത് പേടിച്ചിട്ട് സ്കൂൾ കട്ട് ചെയ്തു. ബുക്ക് എടുത്ത് പോകും രാവിലെ. അങ്ങനെയാണ് പിലാക്കൂലോട് മഹമ്മൂദ് ഖാനെ പരിചയപ്പെടുന്നത്, ഇലക്ട്രീഷ്യൻ. അപ്പോൾ അവരോട് പറഞ്ഞ് ഞാൻ പഠിപ്പ് നിർത്തി. അക്കാലത്താണ് എൻ്റെ ബാപ്പ മരിച്ചത്, ഉപ്പ മരിച്ചത്. അപ്പോൾ ഉമ്മയും മരിച്ചു? ഇല്ല, ഉമ്മ ഇപ്പം അടുത്താണ് മരിച്ചത്. വാപ്പ മരിച്ചു. വാപ്പ എങ്ങനെയാണ്? കപ്പൽ തന്നെ മരിച്ചത്. കപ്പൽ തന്നെ? എവിടുന്നാണ്? ഏത് രാജ്യത്തു നിന്നാണ്? അത് പാകിസ്ഥാനും ഇതെല്ലാം കഴിഞ്ഞ് മസ്കത്തിന്റെ എല്ലാം ഏതൊരു ബോർഡർ നിന്നാണ്. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് കര എടുക്കുകയാണെങ്കിൽ പിന്നെ മയ്യത്ത് കരയിൽ വെക്കും, അല്ലെങ്കിൽ കടലിൽ തന്നെയാണ്. എന്നിട്ട് എന്താ ചെയ്തത്? 24 മണിക്കൂറിൽ എത്തിയോ? കടലിൽ തന്നെയാണ് അന്ന് മറവാട. ജാഫറിന്റെ പിതാവിന്റെ മയ്യത്ത് കടലിൽ തന്നെ മറവാടി? അതെ. അതെങ്ങനെയാണെന്ന് വല്ല അറിവുണ്ട്? എങ്ങനെയാ കടലിൽ മറവാട്? പിന്നെ അന്ന് കമ്പിയ വരാം. കമ്പി വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കമ്പി എത്തുന്നത്. ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. ബൽശ്ശേരിയിലെന്ന് പറഞ്ഞാല് ഇത് ആരെങ്കിലും പറ്റിച്ചതാണോ അങ്ങനെ ഉണ്ടല്ലോ. അതിന് മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ 3ാമത്തെ ദിവസമാണ് ശരിക്കത്. പിന്നെ അവിടെ നിന്ന് കമ്പനിയിലൊക്കെ വിളിച്ച് ചോദിച്ചു. അന്നെല്ലാം ട്രങ്ക് ബുക്ക് ചെയ്തിട്ടെല്ലാം വന്നല്ലോ. അപ്പൊ 3ാമത്തെ ദിവസം അറിയുന്നത്. അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്ക് ഒരു 12-13 വയസ്സുണ്ട്. 12 വയസ്സിൽ ഉപ്പ മരണപ്പെടുന്നു, കടലിൽ വെച്ച് മരിക്കുന്നു, കടലിൽ തന്നെ കബറടക്കുന്നു. ആ വിവരം മാത്രമാണ് കിട്ടുന്നത്. ഉപ്പ പോയ ശേഷം പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്താ അത് വീട്ടിലൊക്കെ ഉള്ള അന്നത്തെ ഒരു അന്തരീക്ഷം? അത്താനിയായിരുന്നു വീടിന്റെ അല്ലേ? പിന്നെ ഉമ്മയാണ് നമ്മൾ അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സ്കൂളിൽ നിന്ന് ഇതായല്ലോ. അപ്പം എനിക്കെന്ത് ജോലി ചെയ്യണമെന്നുള്ള ഇത് വന്നു. അങ്ങനെയാണ് ഇലക്ട്രിക്കിന്റെ പണി പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇലക്ട്രീഷ്യനായി. അങ്ങനെ ഞാൻ ഇലക്ട്രീഷ്യനായി. പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് സ്വന്തമായിട്ട് ആന്റിന ഉണ്ടാക്കിയിട്ട് പല സ്ഥലത്തും ഞാൻ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരെ ഞാൻ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി മരിച്ച വാർത്ത ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി. അവിടെ സൈതാർപള്ളി ബ്രേക്കിംഗ് ഇൻസ്പെക്ടറെ വീട്ടില്, പിന്നെ ഒരു ബഡിയ അഹമ്മദ് അവിടെയാണ് ആദ്യം ഫിറ്റ് ആയത്. സുദയ കൂൾബാറില്, ചൂരിലാട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ആന്റിന ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അന്ന് 3 ലെങ്ത് പൈപ്പ് വേണം. അതിന്റെ മോന്തായത്തിന്റെ മേലെ ഓടിന്റെ ഏറ്റവും മേലെ കയറി 3 ലെങ്ത് പൈപ്പിലാണ് ഒരു 21 എലിമെന്റ്സ്, ഡൈപോൾ, ഇതൊക്കെ റിഫ്ലക്ടർ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം ആന്റിന ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യാം. അന്ന് എനിക്ക് ഒരു 3000 രൂപയൊക്കെ അന്ന് കിട്ടായിരുന്നു ഫിറ്റിങ് കഴിഞ്ഞിട്ട്. ഇന്ദിരാഗാന്ധിയുടെ മരണ വാർത്ത തലശ്ശേരിക്കാരെ ആ സമയത്താണ് ശരിക്കും ജാഫറിന്റെ ആന്റിന ഉപകാരപ്രദമായിട്ടുണ്ട്. നിരവധി വീടുകളിൽ കുറേ വീട്ടിൽ ഫിറ്റാക്കുന്നത്. അത് ഫസ്റ്റ് ആയിട്ട് അന്നത്തെ ദിവസം തന്നെ കുറെ വെച്ചോ? അന്നത്തെ ദിവസമല്ല, ഓരോ ദിവസം ഒരു ആന്റിന ഒരു ദിവസം ഫിറ്റാക്കാൻ പറ്റുമോ? 2 ഫിറ്റാക്കിയ ദിവസമുണ്ട്. അന്ന് MRS ഇതുണ്ടായില്ല, ചേറ്റംകുന്ന് പിന്നെ ബസ്സിന്റെ ഓണർ, അവരെ വീട് എന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റിലാണ്. അതിന്റെ മേലെ ഭയങ്കര ഹൈറ്റാണ്. അവിടെയൊക്കെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 14 വയസ്സിൽ 14 വയസ്സിൽ അപ്പോഴത്തേക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? അന്നേരം എനിക്കൊരു 18 വയസ്സിലേക്ക്. അപ്പൊ ഈ സ്കൂള് 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് പിന്നെ ഞാൻ ഈ ഇലക്ട്രിക്കിന്റെ പണി പഠിക്കാൻ പോയി. ഇലക്ട്രീഷ്യന്റെ പണി പഠിച്ചു, സ്വന്തമായി ആന്റിന ഉണ്ടാക്കി. 84 ഇലക്ട്രിക്കിന്റെ പണിയെടുത്ത് തലശ്ശേരി എത്തിങ്ങാനന്റെ പണി ഞാൻ എടുക്കണം. എത്തിങ്ങാന അതിന് പള്ളിയുടെ വർക്ക് മാത്രമാണ്. ഞാൻ ആ സമയത്താണ് ഗൾഫിലേക്ക് പോകുന്നത്, ദുബായില്.
ഫുജറയിലൊക്കെ പോകുന്നത്. ഇലക്ട്രിക്കിന്റെ പണി, അതെന്താ ഇലക്ട്രിക് പണി പിന്നെ നിർത്താൻ കാരണം? ഇവിടെ ഇലക്ട്രീഷ്യനായിട്ട് ജോലി നിർത്തിയിട്ട് പോകാൻ അല്ല, അന്നേരം പിന്നെ എന്റെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഷോപ്പ് തുടങ്ങണം എന്നുള്ള ഇതാണ്, ഒരു അറബീനെ കണ്ട് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അന്ന് ഈ 19 വയസ്സിലൊന്നും വിസ ശരിക്കും കിട്ടൂല. അന്ന് സ്റ്റുഡന്റ് വിസയിലാണ് ഞാൻ പോയത്, എടുത്തിട്ട്. സ്റ്റുഡന്റ് വിസ? അങ്ങനെ ഒരു വിസ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പ്രവാസത്തേക്ക് വിസിറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാലം. വിസിറ്റിംഗ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അന്ന് ഇങ്ങനെ പോയി. അപ്പൊ അവിടെ അറബി എന്നെ കണ്ടപ്പോ അന്ന് മീശ ഫോട്ടോ എടുക്കാൻ മീശ ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. ചെറിയ പൊടി മീശയുള്ള. അപ്പോ പിന്നെ അവിടെ തീപ്പെട്ടിക്കൊള്ളിയുടെ കരികൊണ്ട് ഇങ്ങനെ അത് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വരച്ചാണ്. എന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പൊ അറബി സ്റ്റുഡിയോ അത് നമ്മുടെ തലശ്ശേരി. എന്നിട്ടാണ് പാസ്പോർട്ട് എടുത്തത്. എന്നിട്ട് അറബി എന്ന് പറഞ്ഞു. അറബി എന്നെ കണ്ടപ്പോ ഒന്ന് പറഞ്ഞെന്താന്നറിയില്ല, ജ്യേഷ്ഠനായിട്ട് എനിക്ക് അറബിയൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവിടെ അവരെ വീട്ടിൽ തന്നെ ആക്കി. അന്നേരം അവിടെ ഒരു ഫിലിപ്പീനി, ഒരു സിലോൺ ഉള്ള 2 സ്ത്രീകളുണ്ടായിരുന്നു, 2 കുട്ടികൾ തന്നെ പറയും. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. മാർക്കറ്റിൽ തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് ഈ ഷോപ്പിൻ്റെ എല്ലാം കാണിച്ചു തരും. അപ്പൊ ഏകദേശം ഒരു മാസത്തോളം അവിടെ വന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും എനിക്ക് തന്നെ. അപ്പോൾ ഒരു പ്രാവശ്യം ഭക്ഷണം എന്താണ്? ചിക്കൻ, അറബി ഫുഡല്ല, പച്ചമുളക് എന്ന് പറയുന്ന സംഭവം. എരിവില്ല. അപ്പൊ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ 2 പച്ചമുളക് അതിൽ മുറിച്ചിട്ട് ഒരു എരിവുണ്ടായിക്കോട്ടെ എന്നുള്ള, എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. അപ്പൊ അത് അവിടെയുള്ള ഉമ്മാമുണ്ടല്ലോ, അവര് ഇത് പ്രായമുള്ള. അപ്പൊ ഇത് കടിച്ചപ്പോ ഇതാരും ഉണ്ടാക്കിയെന്ന് അപ്പൊ അവര് പറഞ്ഞത് എൻ്റെ പേര് പറഞ്ഞു. ഞാനതിട്ട് അങ്ങനെ കറി എടുത്തതിന്റെ അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് ഫുള്ള് കരച്ചിലല്ലേ, എന്താ ചെയ്യണ്ട. അപ്പൊ ഏട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കൂല പോകുന്നു. അങ്ങനെ അന്ന് പിന്നെ നമുക്ക് അവിടെ ഇവിടെ പോയിട്ട് ജോലി ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാം അവിടെ നിന്ന് അബുദാബിയിലേക്ക് നമ്മളൊരു സുഹൃത്ത്, ജ്യേഷ്ഠൻ്റെ ഒരു നമ്മളെ റിലേഷൻ തന്നെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അബുദാബിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് നമ്മൾ ഒരു പല ജോലിയെല്ലാം നോക്കി. അങ്ങനെയാണ് ഫസീലയുടെ ഭർത്താവുണ്ട്, മുഹമ്മദ് അലി. ഫസീലയുടെ ഫുൾ കൂടെ പേരെന്താ പറയാ? ഫസീലയുടെ ഭർത്താവ് മുഹമ്മദ് അലി. അപ്പോഴേ സംഗീത ലോകത്തേക്ക് വരുന്നുണ്ട് ചെറുങ്ങനെ. അല്ല, അന്നേരം ഒന്നും ഇതില്ല. അപ്പൊ പിന്നെ അങ്ങനെ എനിക്ക് സ്പിന്നീസിൽ, അതായത് മുസ്തഫ എന്ന് പറഞ്ഞ സ്ഥലം അബുദാബി, സ്പിന്നീസിൽ കാരനില്ല. അവിടെ നമ്മളവിടെ ഇതായി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് കരക്ക് വരിക. വ്യാഴാഴ്ച പിന്നെ വൈകുന്നേരം കരയിൽ വരും. എന്നിട്ട് ശനിയാഴ്ച രാവിലെ പിന്നെയും പോകണം. ഷിപ്പ് ഇതാണോ മറ്റേ കാരവിന്? ഷിപ്പില്ല, അതിന്റെ ബോട്ടാണ് അതിനെ കൊണ്ടുപോവാം. കാരവാൻ എങ്ങനെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് കാരവൻ എന്ന് പറഞ്ഞാൽ ഇതന്നെ, അതിൽ എഞ്ചിൻ ഉണ്ടാവില്ല, മറ്റുള്ള കാരവാന്റെ ഒരു കോലുണ്ടാവും. അതിനകത്ത് ആരുണ്ടാകാൻ നേരം കാരവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കപ്പൽ പോലെ തന്നെ ഉണ്ടാവും. അതിനകത്ത് ആരാ അതിഥികളാരാണ്? അതിഥികളുടെ ഇതിലിപ്പോ റിഗിൽ ജോലി ചെയ്യുന്നവർക്ക് അക്കോമഡേഷനും ഫുഡും അങ്ങനെയാണ് അല്ലേ? അവർക്ക് അത് സ്പിന്നീസാണ് സപ്ലൈ ചെയ്യുന്നത്. അതിൽ ഇലക്ട്രീഷ്യൻ ആയിട്ടും പിന്നെ മറ്റേ ഉള്ള മെയിൻ്റനൻസിന്റെ അല്ലോ ഈ AC, അതായത് 110 വോൾട്ടാണ് അവിടെ. അതിൽ എന്തെങ്കിലും ബൾബ് പോയി കഴിഞ്ഞാൽ മാറ്റുക, പിന്നെ AC-ൻ്റെ ഫിൽറ്റർ മാറ്റുക, ഇത് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള വർക്കായിരുന്നു. വർക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഈ ഫസീലായിട്ടുള്ള ബന്ധം എങ്ങനെ വരുന്നത്? ഫസീലായിട്ടുള്ള അവരെ ഹസ്ബൻഡുമായിട്ട് അവിടെ നിന്ന് നമ്മളെ ഹസ്ബൻഡ് എന്തായാലും ജോലി സീമാനായിരുന്നോ? അല്ലല്ല, സ്പിന്നീസിലെ ജോലിക്കാരനായിരുന്നു. അങ്ങനെ അവരുമായിട്ട് സൗഹൃദം വന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പറയാൻ എനിക്ക് വിസ, പാസ്പോർട്ട് ഇവിടെ അറബിന്റെ കയ്യിലല്ലോ, വിസ അടിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ പല സ്ഥലത്ത് പോയി. അവിടെ നിന്ന് ഇറങ്ങിയതാണ് അബുദാബി. പിന്നെ ഇതേപോലെ നമ്മള് അവരെ ഇതില് വിടുന്നത്. അപ്പൊ എനിക്ക് ഇതിന് ഇവിടെ നിന്ന് കിട്ടാത്തൊരു ചാൻസ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. അത് പിന്നെ അവിടെ യൂസ് ചെയ്തു. ആദ്യം ശമ്പളം വാങ്ങിയ പാടെ ഞാൻ വാങ്ങിയത് ഒരു കീബോർഡാണ്, ചെറിയ റൂമിൽ നിന്നാണ് ഇത് വായിക്കാൻ കഴിയില്ല. അതിനൊരു ഹെഡ്ഫോൺ വാങ്ങിയിട്ട് ഇതും ചെവിയിൽ വെച്ചിട്ടാണ് വായിക്കുക. അതായിരുന്നു ആ കാലം. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു അങ്ങനെ? സ്പിന്നീസിലാകെ 6 മാസം. മൊത്തം എത്ര കാലം പ്രവാസം? ഞാന് പിന്നെ 85 പോയിട്ട്
91 നാട്ടിൽ വരുന്നത്. 6 വർഷം അവിടെ നിന്നോ? അതുകൊണ്ട് പാസ്പോർട്ട് ഇല്ല. പിന്നെ എങ്ങനെയാ വന്നത്? പിന്നെ വന്ന ഔട്ട് Out pass ലും. മസൂദൊക്കെയാണ് ശരിയാക്കുന്നത്. ഓ അങ്ങനെ കയറി. പാസ്പോർട്ട് കോപ്പി ഉണ്ടായിരുന്നു, ആ അതിന്റെ ഒരു ആദ്യം എടുത്തു വെച്ചൊരു കോപ്പി ഉണ്ടായിരുന്നു. അതല്ലാതെ പാസ്പോർട്ട് ഇവരത്ത് പോകുമ്പോ എന്നാ ഒരു അവിടെ ലോക്ക് ചെയ്യും. പച്ചമുളക് കിട്ടല്ലോ, പച്ചമുളക് കിട്ടും. അവിടെ ഇതായല്ലേ മുങ്ങിയതാണല്ലേ. അപ്പൊ എന്നാ അവിടെ അവർക്ക് വേണം. അപ്പൊ അത് പിന്നെ ആരും അന്ന് സംസാരിക്കാനും അതിനൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് അവിടുന്ന് തിരിച്ചു വന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ എല്ലാ 6 വർഷം 6 വർഷം അബുദാബി, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, എവിടെയെല്ലാം ജോലി, എല്ലാ എമിറേറ്റ്സിലും എല്ലാ സ്ഥലത്തും 6 വർഷം കൊണ്ട്. ലാസ്റ്റ് ഷാർജയിലായി മസൂദ് ഖാന്റെ അടുത്ത് വന്ന്. മസൂദ് ഖാന്റെ കുറെ വർഷം കൂടി ഇതാണ് മസൂദ് ഖാക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതിന്റെ നാപ്പോളി ഉണ്ടാവില്ലേ, അവരെ ഭാര്യ നാപ്പോളിക്കുന്ന ദിവസം അത് അവിടെ നിന്നാണോ? ഷാർജന്ന്. അന്ന് നൂറുക്കെ ഇവരൊക്കെ അന്ന് മ്യൂസിക് ഉണ്ടായിരുന്നു, ഓർക്കസ്ട്ര, സംഗീതമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പൊ എനിക്കൊരു പാട്ട് പാടണം എന്നുള്ളതിൽ അവിടെ നിന്ന് ഒരാള് ഒരു പാട്ട് എനിക്ക് ആദ്യം ഉള്ള പാട്ടാണോന്നറിയില്ല, ആ ഒരു പാട്ട് എഴുതി തന്നു. അത് ഞാൻ പാടുന്നുണ്ട് അവരുടെ പേരിലും കുട്ടിന്റെ പേരിലും. എനിക്കൊരു താരാട്ട് പാട്ട്, അതൊരു അവിടെ നിന്നാ തുടക്കം. അങ്ങനെയാണ് നേരെ നാട്ടിലേക്ക് വരാനുള്ള അവസരം. അല്ലല്ല, നാട്ടിലേക്ക് പാട്ട് പാടുന്നത് അവിടുന്ന് അവിടെയാണ് പാട്ട് തുടങ്ങുന്നത്. മദ്രസയിൽ പാടിയതിനു ശേഷം പിന്നെ ദുബായിന്ന് ഷാർജയിലാണ് പാട്ട് പാടിയിട്ട് തുടങ്ങുന്നത് അല്ലേ? കൊള്ളാം. അപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. രസമാണ് അല്ലേ? ജാഫറിന്റെ കഥ ജാഫർ പറഞ്ഞു വരുമ്പോ നല്ല രസമുണ്ട്. കാരണം മദ്രസയിൽ പാടി അതിനുശേഷം പിന്നെ പാടാൻ പറ്റുന്നത് ഷാർജയിലെ ഒരു തലശ്ശേരിക്കാരിയായ ഒരു യുവതിയുടെ മലയക്കൽ മഷൂദിന്റെ ഭാര്യ ആണല്ലോ. തലശ്ശേരി ചെറുക്കരയിലെ മാളിയേക്കൽ തറവാട്ടിലെ മാണിക്കോത്ത് മഷൂദ് മാളിയേക്കൽ. അപ്പൊ ജാഫ അവിടെ നിന്ന് പാടിയ താരാട്ടുപാട്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഒന്ന് പാടിയിട്ട് അതല്ല, എത്ര വർഷം മുമ്പ്? അത് 40 ഏകദേശം എത്ര ആയിട്ടുണ്ടോ? 87. 45 വർഷമായി അല്ല 88 അങ്ങനെ. അത് 90 ആയാലും 25 35 വർഷമായി. മാമാക ജീവിതത്തിലെ കൂരിരുൾ നീക്കി പാലൊളി പോകുവാൻ കുഞ്ഞിക്കാലുമായി കൽവിൽ കടന്നോരമ്പിളി, ഇങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട്. എഴുതി തന്നത് അന്ന് ഒരു നിസാം അങ്ങനെ ഒരാളാണ് എഴുതി തന്നത്. അതിനകത്ത് ഈ മഷൂദിന്റെ മകനാണോ മകളാണോ? ആഷിർ എന്നാണ് മകന്റെ പേര്. അങ്ങനെ അവരെ ഈ വിളയിൽ ഫസീലായിട്ട് പിന്നെ വിളയിൽ ഫസീലായിട്ട് സൗഹൃദം ഫസീലായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് മൂസക്കാന്റെ കൂടെയൊക്കെ പ്രോഗ്രാമിന് പോകുന്ന സമയത്താണ് പിന്നെ കൂടുതൽ. ദുബായിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ പ്രവാസ ലോകത്തേക്ക് പോയില്ല, ജോലി അല്ല പോയിട്ടുണ്ടായി. പിന്നെ 95 പിന്നെ പോയി. 91 വന്നു. 91 വന്ന് ഞാനിവിടെ അന്ന് മെലഡി മേക്കേഴ്സ് ആണ് ലീഡ് ചെയ്യുന്നത് ഓർക്കസ്ട്ര. മെലഡി മേക്കേഴ്സ് അതിന് ഇതായിട്ട് അപ്പൊ അത് ഞാനൊരു എലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർക്കസ്ട്ര തുടങ്ങി 91. അതില് പിന്നെ ഇന്ന് ഇപ്പൊ ചോയ്സിൽ ഉണ്ടായിരുന്ന കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് അജിത്ത് ഉണ്ടായിരുന്നു. പിന്നെ മട്ടന്നൂർ പ്രദീപ്, കൃഷ്ണകുമാർ, രഘു, കൃഷ്ണകുമാറിന്റെ അനുജനാണ് രഘു. പിന്നെ ബൈജു എന്ന് പറഞ്ഞ ഒരു സിംഗർ ഉണ്ട് തമിഴ്, അവര്. പിന്നെ പാറാൽ സുബേർക്ക, എരിഞ്ഞോളി മുസക്ക, ഇവരൊക്കെയാണ് നമ്മുടെ ഇതിലുണ്ടായിരുന്നത്. നിങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നു. മുസക്കാനെ നമ്മൾ ഗസ്റ്റ് അത് പ്രോഗ്രാം വരുമ്പോ മുസക്കാനെ പീർ മുഹമ്മദ് ഒക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം. പീർഖാൻ്റെ ആദ്യം ചെറുതില് ഇതുണ്ടായിരുന്നു. അന്ന് പീർഖാൻ്റെ പിന്നെ എന്റെ തറവാട് ചേറ്റംകുന്നാണല്ലോ, അതിന്റെ ഇപ്പതാണ് മസൂദ് ഖാന്റെ വീട്, മൈനാലിക്കാനാണെന്നാ പറയാം നമ്മള്. അപ്പൊ അവിടെ നിന്നാണ് ബ്ലൂ ജാക്സിന്റെ റിഹേഴ്സലും ഇതൊക്കെ അവിടെ നിന്നാണ്. തലശ്ശേരിയിൽ അങ്ങനെ ഒത്തിരി ഓർക്കസ്ട്രകൾ ഉണ്ടായിരുന്നു അല്ലേ? എത്ര ഓർക്കസ്ട്രകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്? അന്ന് പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്ക് അത് ശരിക്കും എനിക്കറിയില്ല. അന്നേരം എനിക്ക് ആ ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗൾഫിൽ പോയതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ കൂടുതൽ എന്റെ പല ജോലികളും നഷ്ടപ്പെട്ടതും ഈ പാട്ടിനോടുള്ള പ്രേമം കൊണ്ടാണ്. നല്ല ഇതിലെന്ന് പറയല് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കലാകാരന്മാർ വരാം, പിന്നെ അവരെ കൂടെ ആയിരിക്കും. ഇന്ത്യൻ അസോസിയേഷനിൽ ഞാൻ ഷാർജ അസോസിയേഷൻ. അവിടെ തന്നെ അവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് മസൂദ് ഖാന്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് ദുബായിലുണ്ടായിരുന്നു.
അതിനുശേഷം ഞാൻ ദുബായിൽ ഞാൻ പ്രിയദർശിനി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ദുബായിൽ ഓർക്കസ്ട്ര തുടങ്ങി. അതിലും ഞാൻ ഒരുപാട് കലാകാരന്മാരെ നാട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാരെല്ലാം ഫസ്റ്റ് എൻ്റെ അടുത്ത് വരിക. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കും ചെയ്യും. അങ്ങനെയാണ് ദീപക് ദേവും അല്ല എൻ്റെ ഇതിൽ ഞാനും ദീപക് ദേവും ഡൂറ്റ് പാടിയിട്ടുണ്ട്. ഫീമെയിൽ സൗണ്ട് ആയിരുന്നു. ഏതൊക്കെ വേദികളിലാണത്? അത് അന്ന് അൽസാബ് സിനിമ, പിന്നെ കുറെ ചർച്ചുകളാണ് അവിടെ നമുക്ക് ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. സിനിമ ദുബായ് സിനിമ, പിന്നെ സുഡാനി ക്ലബ്ബ്, അങ്ങനെയൊക്കെ അവിടെയൊക്കെ കുറെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ദുബായിലാണ് ഏറ്റവും കൂടുതൽ എല്ലാ എമിറേറ്റ്സിലും, അബുദാബി, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. എത്ര വേദികൾ ഓർമ്മയുണ്ടോ? വേദികൾ പറയാൻ പറ്റില്ല. ഈ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ എന്താണ് അന്നത്തേക്ക്? ഒരു അന്ന് ശരിക്കും പറയാം മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറയുമ്പോൾ എന്നാ എല്ലാവർക്കും അറിയാം. അബ്ര ഇത് കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ഭയങ്കര ചായ പിടിക്കാൻ വരെ എന്നെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി മൊബൈലൊന്നും ഇതൊന്നും ഇല്ല. പക്ഷെ അന്ന് ഭയങ്കര ഇതായിരുന്നു എനിക്ക്. നല്ല പ്രവാസി മലയാളികളുടെ ഇടയിൽ അന്ന് പാട്ടിന്റെ ഇടയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോ പിന്നെ അത് ശരിക്കും നല്ലൊരു ഓർമ്മയാണ്. അവിടെ ഈ മൂസക്കാന്റെ ഒരു ഓർമ്മക്കായിട്ട് അവിടെ ഒരു മുക്കുണ്ടല്ലോ, എരഞ്ഞോളി മൂസ മുക്ക്. അത് പിന്നെ നമ്മുടെ കാതർ ഹോട്ടലിന്റെ അവിടെയാണ് മൂസക്കാന്റെ. പിന്നെ അതിന്റെ അപ്പുറം അവിടെയാണ് മൂസക്കാന്റെ മകൻ ജോലി ചെയ്ത്. അതിന്റെ അടുത്ത് തന്നെ മൂസക്കാന്റെ മകന് വേണ്ടി ഒരു സ്വന്തമായിട്ട് ഒരു കാസറ്റ് ഷോപ്പ് മൂസക്ക തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയോ അത് കൂടിപ്പോയി. അത് മോനെ കുറച്ച് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് അത് കൂട്ടിപ്പോണ്ട് വന്നു. അപ്പം മൂസക്ക അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. മൂസക്ക വന്നു കഴിഞ്ഞാൽ മൂസക്കാന്റെ കൂടെ ഞാൻ തന്നെ ഉണ്ടാകും. ഇവിടെയും അത് ഞാൻ തന്നെയാണ്. എൻ്റെ മൂസക്കാന്റെ ബാല എന്ന് പറയുന്ന ആളുണ്ട്. മൂസക്കാന്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും ഉണ്ടാകുക. മൂസക്കായിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? മൂസക്കായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് മൂസക്കാന്റെ സ്നേഹിതൻ എന്ന് പറയാം, എന്റെ കാരണവർ എന്ന് പറയാം, എന്ത് വേണേലും പറയാം. അത്രയും ഉള്ള ബന്ധമാണ്. എന്താ മൂസക്കാനെ കുറിച്ച് താങ്കളുടെ ഒരു ചിന്ത എന്താണ്? അദ്ദേഹം മരണപ്പെട്ടു പോയല്ലോ. മൂസക്ക മരിച്ച സമയത്താണ് മൂസക്കായ ഞാനുമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് ശരിക്കും പറയുന്നത്. മൂസക്കാന്റെ ഒരു മകനെ പോലെയാണ് മൂസക്ക നടത്തിയത്. ഇടയ്ക്ക് ഞാൻ മൂസക്കയിട്ട് തെറ്റുകയും ചെയ്യും. അത് എന്തെങ്കിലും എനിക്ക് അപ്പൊ മുസക്കാന്റെ വീടുമായിട്ട് ഭയങ്കര ബന്ധം എന്ന് പറയുന്നത് മുസക്കാന്റെ ഇന്ന് കാണുന്ന വീടിന്റെ ഫുള്ള് ഞാൻ ഇന്റീരിയർ ഡെക്കറേറ്റർ കൂടിയാണ്. അതുകൊണ്ടോ? ഇലക്ട്രീഷ്യൻ ആണ്, ഇന്റീരിയർ ഡെക്കറേറ്റർ ആണ്. അല്ല, ജോലി എന്താ അറിയാത്തതെന്ന് ചോദിച്ചാൽ മതി. എന്തെല്ലാം അറിയുന്ന ജോലികൾ? ഞാൻ ടൈൽസ് പണിക്ക് പോയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാൻ മെയിൻ്റനൻസിന്റെ ഇതല്ല. അപ്പം ജോലിക്കാരില്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പെരുതിരിപ്പണിന്റെ ഇതെല്ലാം ഉണ്ടല്ലോ അത്. പിന്നെ അങ്ങനെ എന്തെല്ലാം ഉണ്ട് അവിടെ. ഫസ്റ്റ് ഞാൻ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ആശാരിപ്പണി പോലും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇവിടെയും പല കാര്യങ്ങളും ഞാൻ ചെയ്യും. ഈ ജീവിക്കാനായി എന്ത് ജോലിയും ചെയ്യും. ആശാരിപ്പണി എടുക്കും, ടൈൽസിന്റെ പണിയെടുക്കും, ഇലക്ട്രീഷ്യന്റെ പണിയെടുക്കും, ഇന്റീരിയർ ഡിസൈൻ ചെയ്യും. പിന്നെ ഇവിടെ സീലിംഗ് മറ്റേ അതുപോലെ നമ്മളെ ബാംഗ്ലൂരത്ത് മഹമൂദ് കണ്ടേ തടിച്ചിട്ട് സീവാക്കൻ പീസ്, അവരെ സ്ഥിരം ജോലിക്കാരാണ്. അന്ന് മാർബ്ലക്സ് എന്ന് പറഞ്ഞിട്ട് നിലത്തൊട്ടിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. പല കല്യാണ വീട്ടിലും പെട്ടെന്നായിരുന്നു. പിന്നെ ആറ ഉണ്ടാക്കുമ്പോ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇപ്പൊ ആ നിലം കാവ്യായിരിക്കുമല്ലോ. അപ്പൊ അതുപോലെ ഒരു ഇപ്പൊ പല കളറില് അന്ന് ഒരു മൈലാഞ്ചിന്റെ 2 ദിവസം മുമ്പ് പോയി ഇതെല്ലാം ഒട്ടിച്ച്. അതുപോലെ ഈ ഇൻവെർട്ടർ അന്ന് 2 ട്യൂബ് 3 ട്യൂബിന്റെ ഇൻവെർട്ടർ അതിന്റെ ഏജൻസി ആയിരുന്നു മഹമൂദ് ഖാൻ. മൂപ്പര് സ്ഥിരം ജോലിക്കാരനായിരുന്നു. അപ്പൊ ഇങ്ങനെ പല പണികളുണ്ട്. അപ്പൊ ഈ പാട്ടുപാടാൻ എവിടുന്ന സമയം കിട്ടിയിരുന്ന സമയത്ത് പാട്ടുപാടാൻ എന്ന് പറയുമ്പോ എപ്പോ ഉണ്ടാവില്ലല്ലോ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പോകും. ഇന്ത്യയിൽ കേരളത്തിൽ എവിടെയൊക്കെ? കേരളത്തിൽ എവിടെയാന്ന് പറയുമ്പോൾ ഞാൻ ചോയ്സ് ഓർക്കസ്ട്രയിൽ കയറിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ പിന്നെ 2012 തോന്നുന്നു ഇവിടെ ബക്കർഖാന്റെ നമ്മളെ തോട്ടുമൽ ബക്കർക്കല്ലേ, ബക്കർഖാന്റെ ഒരു പരിപാടി ടാക്സി സ്റ്റാൻഡിൽ. അപ്പം അന്ന് ഞാൻ പിന്നെ സാധനം ഇൻസ്ട്രുമെന്റ് എല്ലാം സെറ്റാക്കി. അപ്പം പറഞ്ഞ ലോറി സ്റ്റാൻഡിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടെ പരിപാടി. നവമിക്ക് അങ്ങനെ ആ സമയത്ത് അത്രയും സമയം ഉണ്ടല്ലോ. അപ്പം ഞാനൊരു ഏറ്റെടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമ്മൾ MP മറുപടിക്കാരൻ്റെ മകൻ ഫസലിനെ ഏൽപ്പിച്ചത്. അപ്പോൾ ആ ഫസൽ പറഞ്ഞ പരിപാടി കഴിഞ്ഞു, ഇതിൻ്റെ പൈസ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൗവൻ്റെ നഴ്സിംഗ് ഹോം ഉണ്ട് കൈറോഡ്, അതിലിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അവിടെ പെട്ടെന്നൊരു ഓട്ടോ വരുമ്പോൾ ഞാൻ ഒരു സൈഡ് ആക്കിയതാണ്, ഓവിൻ്റെ ഒരു സൈഡ്. അവിടെ നിന്ന് ഫ്രണ്ട് വീല് താണു പോയി.
ഓവിൻ ഇത് പൊട്ടിയിട്ട് സിമെന്റ് പൊട്ടിയിട്ട് അങ്ങനെ അവിടെ ഉള്ളൊരു ഡബിൾ കെട്ട് ഉണ്ടാവില്ലേ മതിലിന്, അതിനോട് തലയടിച്ച് വീടുന്നൊരു 17 സ്റ്റിച്ച്. ഓ ഓ ഓ ഓ ഓ അങ്ങനെ കുറച്ച് കാലം അങ്ങനെ അവിടെ നിന്നാവുന്ന ഞാൻ വീട്ടിൽ അപ്പം ഇങ്ങനെ പൊട്ടീന്ന് അങ്ങനെ ചോര വീഴുന്നുണ്ടാകും, ഇങ്ങനെ പൊട്ടിയെന്ന് അറിയില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഇത് കണ്ട് ഭാര്യ ശരി ബോധം കിട്ടുപോയി. നിങ്ങൾ കാണുമല്ലോ തല പൊട്ടിയിട്ട്. ഞാൻ ആ വീട്ടിൽ ഇങ്ങനെ തന്നെ പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു തോർത്തും കൊണ്ട് വീട്ടിൽ അങ്ങനെയാണ് മിഷൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആ സമയത്താണ് ഷമീറിൻ്റെ ഫോൺ വരുന്നത് ദുബായിൽ നിന്ന്. ജാഫറിൻ്റെ പാസ്പോർട്ട് കോപ്പി പെട്ടെന്ന് അയക്കുന്നു. തലവര നേരെയായി എന്ന് പറഞ്ഞ പോലെ തലക്കൊരു വരവാൻ തരാമെന്ന് സെമീർ. അങ്ങനെ 15 വർഷങ്ങളായി കാലമായിട്ട് ഞാനിപ്പോൾ ദുബായിൽ. ഇപ്പം കഴിഞ്ഞ ഓണത്തിന് ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അവിടുത്തെ ഓർക്കസ്ട്ര നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഓർക്കസ്ട്ര സെമീറാണ് അതിന്റെ കണ്ടക്ട് ചെയ്യുന്നത് ഓർക്കസ്ട്ര. അതിൽ സെമീർ പറയുന്ന ആൾക്കാരാണ് കൊണ്ടുപോകാം. അതിന്റെ ഗ്രൂപ്പിന് പേരുണ്ടോ? അത് നമ്മൾ തലശ്ശേരി PK ഓർക്കസ്ട്ര എന്നാണ് ഇവര് പറയും. അവിടെ പേരിട്ടിരിക്കുന്നത്. അവിടെ എവിടെയൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നത്? UAE എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കും. ഇപ്പോഴും UAE തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളത് അല്ലേ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഓണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ജോസഫ് ഇരിങ്ങാൽക്കുട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പോൺസറാണ്. അവിടെ അവർക്ക് വിന്നേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ സ്വന്തമായിട്ടുള്ള. സിനിമയിൽ ഏതിലൊക്കെയാണ്? സിനിമയിലോ അങ്ങനെ നാടകങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? സിനിമയിൽ ഗ്രാമഫോണിന്റെ ഷൂട്ടിങ്ങിന് മൂസക്കാന്റെ കൂടെ ഒരു 1.5 മാസം ഞാൻ അവിടെ പോയി നിന്നിരുന്നു. അല്ല, അവിടെ എനിക്ക് പിന്നെ ഒരു ചാൻസ് വന്നത്. ഫസ്റ്റ് ഒരു ക്യാമറയും കൊണ്ട് പോകുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ സൗദിയിലേക്ക് പോകേണ്ട വിസ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാതെ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം. നിങ്ങൾ ഈ ഏതൊക്കെ ഇൻസ്ട്രുമെന്റാ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ അത്യാവശ്യം കീബോർഡ്, ഹാർമോണിയം, പിന്നെ നേരത്തെ ഞാൻ ഡ്രംസിലാന്നുണ്ടായിരുന്നത്. ഇപ്പോൾ റിതം പാഡും സാമ്പിളർ കമ്പോസറും ആണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് റിതം കമ്പോസറും പിന്നെ ജാസ്. എൻ്റെ അടുത്ത് എലക്ട്രോ ജാസും ഉണ്ട്. എൻ്റെ അതാണ് ഇപ്പൊ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെയാ പരിശീലിച്ചത്? ഇതെല്ലാം സ്വന്തം എന്റെ താല്പര്യം കൊണ്ട് പഠിച്ചത്. ആര് പഠിപ്പിച്ചത്? ഈ സംഗീതത്തോട് താല്പര്യം വരാനുള്ള കാരണം എന്താ ശരിക്കും? കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറുതിലെ പാട്ടിനോട് ഒരു കമ്പം ഉണ്ടായിരുന്നു. ഈ ടേപ്പ് റെക്കോർഡെല്ലാം കൊടുത്തു വെച്ചിട്ട് ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഏതാണ് ഒരു ഗാനത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്താൻ പറ്റുക? ഒന്നിപ്പോ ഏതെങ്കിലും പഴയ ഒരു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരെണ്ണം നിങ്ങൾ ഒരു പാട്ട്. അതിന്റെ പേര് മമ്പുറപ്പൂ മക്കാമിലേ, ആ പാട്ടാണ് പറഞ്ഞത്. കേട്ടത് ഇപ്പൊ ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടതൊക്കെ വായിക്കും. ഈ ദുബായിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഏത് ഗാനാ ശരിക്കും? ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പാടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ട്? അന്ന് ഞാൻ പാടുന്ന സമയത്ത് ഇതേപോലെ പിന്നെ തമിഴ് പാട്ടൊക്കെ ഏതാ ഏറ്റവും കൂടുതൽ ആളുകൾ? എന്റെ കൂടെ പിന്നെ ദീപക് ഡൂയിറ്റ് പാടി എന്ന് പറഞ്ഞേ, അത് ഇതായിരുന്നു. വേലയില്ലാതെ വന്ന വേല തെരിഞ്ച വന്ന വീരமான വേലക്കാരെ. അങ്ങനെയുള്ള രജനീകാന്തിന്റെ ഒരു സിനിമയിലുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ ഇതന്നെ. പിന്നെ മാപ്പിളപ്പാട്ടിൽ ഏറ്റവും ആവശ്യപ്പെട്ട സിനിമാ ഗാനങ്ങളിൽ ഏതാണ്? സിനിമാ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെലഡി ഗാനങ്ങളാണ്. മെലഡിയിൽ ഏറ്റവും ഇഷ്ടപ്പെടും പ്രാണസഖിയൽ എന്ന് പറഞ്ഞാല് ഈ വലിച്ചു പാടുക എന്നുള്ളത്. ഒന്ന് പാടി നോക്കി പ്രേക്ഷകരൊന്ന് കേട്ടോട്ടെ ഒരു 4 വരി. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോകവേദികളിൽ വേണുകൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എങ്കിലും എന്നോമലാൾക്ക്
താമസിക്കാൻ എൻ കരളിൽ എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂമ്പൊടിയിൽ ഇപ്പോഴേ ഈ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെറിയ 2, 3, 4 വയസ്സുള്ള മക്കൾ വരെ തകർത്താടുകയാണ് പാട്ടിൻ്റെ ഗാനരംഗത്ത്. അവർക്കൊക്കെ ഒത്തിരി പ്ലാറ്റ്ഫോമുകളാണ്. നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. എല്ലാം ഡയറക്റ്റ് തന്നെ പാടി ഫലിപ്പിക്കണമായിരുന്നു. ഇന്ന് ഈ ഇത്തരം ഓർക്കസ്ട്രകളുടെയൊക്കെ ഒരു ഭാവി എന്താണ്, സാധ്യതകൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓർക്കസ്ട്ര എന്നുള്ളത് മാനുവൽ പ്ലേ ഇല്ലല്ലോ. ഇല്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അധികം ഇപ്പോൾ ഇവിടെ പല സ്ഥലത്തും ഫെസ്റ്റ് നടക്കുന്നില്ല. അവിടെയൊക്കെ ഒരു 2 പീസ് ഓർക്കസ്ട്ര, ഒരു കീബോർഡും ഒരു കമ്പോസറും. അങ്ങനെ മതി. അവർക്ക് പൈസ ചെലവാക്കാൻ അവർക്കില്ല. ആരും പൈസ ചെലവാക്കുന്ന ഇപ്പോൾ ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജ് പരിപാടി ഇപ്പോൾ അന്നൊക്കെ നമ്മൾ ചോയ്സിന്റെ പ്രോഗ്രാം ആകുമ്പോൾ ഒരു 8 പീസ് ഓർക്കസ്ട്ര നിർബന്ധമായിട്ട് പോകണം. ഇന്നതൊന്നും വേണ്ട. അന്ന് അത് മാത്രമല്ല, സ്റ്റേജിൽ വന്ന് നോക്കും ഇത് നമ്മൾ ഈ എന്തെങ്കിലും ഫ്ലോപ്പിയോ അല്ലെങ്കിൽ ഇതിട്ടിട്ട് പാടുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഫുള്ള് മാനുവൽ പ്ലേ ആണ്. ഇന്ന് മാനുവൽ ഇല്ല. ഇന്നെല്ലാം ഇല്ലാന്ന് പറയാൻ പറ്റിയ സ്ഥലം സാങ്കേതിക വിദ്യയുടെ വളർച്ച അതിനെ ശരിക്ക് ബാധിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇത്തരം കലാകാരന്മാരുടെ ഭാവി എന്തായിരിക്കും? ഇപ്പൊ എയും കൂടി വന്ന സമയത്ത് ഇപ്പൊ എന്റെ ഇതുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഇൻസ്ട്രുമെന്റും ഉണ്ടാവില്ല. പാട്ട് വരെ അതിൽ നിന്ന് ട്യൂൺ ചെയ്ത് ഈ പ്ലേ ചെയ്യുന്നവരുടെ ഭാവി എന്താവും അതിനെ കുറിച്ച് പറയാം. ഇപ്പം ടീച്ചിങ് ഒന്നും വരെ ഇല്ലല്ലോ. എല്ലാം യൂട്യൂബിൽ എല്ലാ നമുക്ക് എന്ത് പഠിക്കണമെങ്കിൽ യൂട്യൂബ് നോക്കി എന്ത് വേണമെങ്കിൽ പഠിക്കാമല്ലോ. അങ്ങനെയാണ് പോകുന്നത് ഇപ്പോ. ഇത് പിന്നെ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന പാട്ട് പാടാൻ കിട്ടുന്ന അവസരങ്ങൾ എവിടെയാണ് ശരിക്കും? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു 4 ആൾക്കാരെ കൂടി, മാളിയേക്കൽ മസൂദ് ഖാൻ, അനുജ അബ്ബാസ്, പിന്നെ TCP സലീം ഹാർമോണിസ്റ്റാണ്, പിന്നെ ഇവിടെ ഓലിയത്തെ ഒരു ഷമ്മാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 4 ആൾ കൂടി ഇപ്പൊ കഴിഞ്ഞ ഒരു ഇതില് പിന്നെ ഇവിടെ കണ്ണൂര് ഒരു ഇതുണ്ടായിരുന്നു, നമ്മളെ ഒരു അനുസ്മരണം. അതിന് റേഡിയോ കണ്ണൂര് റേഡിയോയിലുള്ള കുറെ പെൺകുട്ടികളും ഇവരെല്ലാം ഒരു ഗസൽ പരിപാടി ഉണ്ടായിരുന്നു. ഗസലിനൊക്കെ പ്രേക്ഷകരുണ്ട്, ശ്രോതാക്കളുണ്ട്. ഈ നിങ്ങൾ ഏതൊക്കെയോ ചാനലുകളിൽ ഇതിന്റെ ഇടയ്ക്ക് ഏതൊക്കെയോ പ്രോഗ്രാമുകളിൽ വന്നിരുന്നു. അതില് മൂസക്കാന്റെ കൂടെ, എരഞ്ഞോളി മൂസക്കാന്റെ കൂടെ ഏതൊക്കെ പാട്ടുകളാണ് പാടിയിരുന്നത് പോകുന്ന സമയത്ത്? ഞാന് മൂസക്കാന്റെ കൂടെ പോകുന്ന സമയത്ത് ഒരു പാട്ടാ പാടാ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു അവസരം കിട്ടാൻ. നിങ്ങൾ മൂസക്കാന്റെ കൂടെ പാടുന്ന പാട്ട് ഏതാണ്? സംകൃത പമകരി, യേശുദാസിന്റെ. അത് പാടാൻ നിങ്ങളാണ് ബ്രാൻഡ്. അതൊരു നല്ല ടെമ്പോള്ള ഒരു പാട്ടാണ്. അത് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു 4 വരി പാടിയാലും പ്രേക്ഷകർക്ക് ഇപ്പോഴും. സംകൃതമോടെ തിരു സ്വർഗനകത്ത് കഞ്ചത്തെ സുന്ദരഹൂരും നിസാചിത്തിരമൊത്തൊരു തഞ്ചത്തെ പിങ്കതിരോനോ ബിംബഴങ്കതിരോ നിൻ മുഞ്ചത്തെ പിഞ്ചിടും മൂടി വര സംഗതി കൊണ്ടൊരു രഞ്ജത്തെ കൊല്ലുന്നേ മുടഞ്ഞിട്ട കുനിത്തത് കെട്ടായി ചിട്ടാൽ ചിഞ്ചുന്നേ അണ്ണപ്പേടുമട വരി പട സുത്ത അമലിൽ വള്ളവത്ത മികനു സലാം വട്ടത്തരി മറുവട്ടത്തരി തകതകജം തങ്കത്തതിങ്കീണ തീര് കൃത സംസരിതം ഇല്ലത്തകതീമി താളം ഹൃദജം ചമൃതം സ്വർഗത്താലമീല പല ധ്വനി കാളി ചീരി പുളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കീണ തിങ്കൃത തിമികിടമേളും തകതം തരി സരിഗമ തകൃതത്ത കിങ്കിണ തിന്തിമി താളം കൃത താളം. ഈ മാപ്പിളപ്പാട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും മാപ്പിളപ്പാട്ട് പിറക്കുന്നുണ്ടോ ശരിക്കും? മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോ ഇപ്പൊ ഉണ്ടോ ശരിക്കും? ഞാൻ ആലോചിക്കുന്നത് ഇടക്കാലത്ത് കുറെ ഫാത്തിമ, സാജിദ എന്നെല്ലാം പറഞ്ഞു കുറെ പാട്ട്. അതെ അതെ, മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് അധികം എന്ന് പറഞ്ഞാല് ആൽബം സോങ്സ് എന്നാണ്. ഇപ്പൊ താജുദ്ദീനാണ് ഇതിന്റെ ഉത്ഭവം. ഈ നമ്മളെ കൊല്ലം ഷാഫി, പിന്നെ സലീം കോടത്തൂര്,
ഇവരൊക്കെ പാടുന്ന ആൽബം സോങ്സ് ആണ്. മാപ്പിളപ്പാട്ട് അവരെന്നെ പറയുന്നുണ്ട്, മാപ്പിളപ്പാട്ടല്ല എന്ന് പറയുന്നുണ്ട്. മാപ്പിളപ്പാട്ട് ഇല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സാധനമൊക്കെ ഉണ്ടാവോ? ഇപ്പൊ ഈ പാടിയ സാധനം അങ്ങനെ എഴുതുന്ന ആളും ഇല്ലല്ലോ, അവർക്ക് വേണ്ടാലോ, പാട്ടുകാർക്ക് ഇത് വേണ്ടാലോ. അപ്പം ശരിക്കും നമ്മളെ ആ പഴയകാല തനിമ നിലനിൽക്കുന്ന മാപ്പിളപ്പാട്ടുകൾ ഇല്ലാതാവും. പുതിയ തലമുറ ആൽബം സോങ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അതിന്റെ പോക്ക് അല്ലേ? ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നിങ്ങൾ പാടിയ പാട്ട് പാടിനെ കുറച്ച് പണിയുണ്ടല്ലോ. അതെ അതെ, ഇല്ലേ? ഇതുപോലെ പണി വരുന്ന മാപ്പിളപ്പാട്ടിലെ ഒരു ക്ലാസിക്കൽ വേറെ ആ ലെവലിൽ വരുന്ന ഇത്രയും ബുദ്ധിമുട്ടി പാടുന്ന ചില മാപ്പിളപ്പാട്ടിലെന്ന് പറഞ്ഞാൽ അതിന്റെ വരികളും അതിന്റെ ഈ വാക്കുകളൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള വാക്കുകളല്ലേ അങ്ങനെ പറയുന്ന വേറെ ഏതാ ഓർമ്മയിൽ വരുന്നത്? അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതിന് തുല്യമായ വേറെ ഇതുണ്ട്, പിന്നെ ആകെ ചുറ്റിലൊക്കെ തൊളി മുത്തൊളി അതൊരു 4 വരി പാടിയാൽ കുറെ പണിയില്ല. വേറെ ഏതാ അങ്ങനെ സത്യത്തിൽ ആ കാലത്ത് ഇറങ്ങിയ മാപ്പിളപ്പാട്ടുകളുടെ ചേരുവയുള്ള ഒരു പാട്ടുകൾ ഇന്നില്ല അല്ലേ? അപ്പൊ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞൊരു അധ്യായം അവസാനിക്കുകയാണ് അല്ലേ? മാപ്പിളപ്പാട്ടില് നമ്മള് ഇതില് പല ഭാഷകളും ചേർന്നിട്ടുള്ള അന്ന് മൊയ്ൻകുട്ടി വൈദ്യര് അവരൊക്കെ ഇതിലുള്ള പാട്ടുകളാണ്. ഇന്നും വേദികളൊക്കെ ഇത് പാടുന്നുണ്ട്, ഇന്നത്തെ സിംഗേഴ്സ് എല്ലാം പാടുന്നുണ്ട്. പഴയകാല പാട്ടുകളേ ഉള്ളൂ, ഇന്നത്തെ പാട്ടുകളില്ല അല്ലേ? യെസ്. കുടുംബം എങ്ങനെ? വിവാഹം, ജീവിത പങ്കാളിയൊക്കെ എവിടുന്ന കണ്ടെത്തിയത്? ഭാര്യ എവിടെയാണ്? ഞാൻ കല്യാണം കഴിച്ചത് വടകരയാണ്, വടകര അങ്ങാടിയിൽ. എങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? കുടുംബക്കാർ കണ്ടെത്തിയതാണോ? എന്താ അവരുടെ പേരെന്താണ്? സാഹിറ ബാനു. ഒരു പാട്ടുകാരിയാണോ? അല്ല സാർ, പാട്ടുകാരി. മക്കള് എത്ര മക്കളാണ്? എനിക്ക് 5 മക്കള്. അവര് എന്തൊക്കെ ചെയ്യുന്നു? മൂത്തയാളുടെ പേര്? മൂത്താളെ പേര് ദിഹാദ്. എന്ത് ചെയ്യുന്നു? ദുബായിലാണ്, മെഞ്ഞാതെ പോയെ. അതെ. രണ്ടാമത്തത് ജഫ്നാസ്. ഇവിടെ ഉണ്ട് ഇപ്പൊ സ്ഥലത്ത്, തിരിച്ചു പോവാ. ദുബായ് തന്നെയാണ്. ദുബായ് തന്നെയാണ്. എന്താ ചെയ്യുന്ന മക്കള് രണ്ടുപേരും? മൂത്ത മോനെ അക്കൗണ്ടന്റ് ആണ്. രണ്ടാമത്തെ അവിടെ 2 ഷോപ്പുണ്ട്. പിന്നെയുള്ള കുട്ടികള്? പിന്നെ ഇളയ മോനെ ഓപ്റ്റോമെട്രി ആണ്, അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. അവിടെ തന്നെ. പിന്നെ 2 പെമ്പിള്ളറെ. എന്താ കുട്ടികളുടെ പേര്? പെണ്ണിന്റെ മൂത്തതില് ജഹനാര, രണ്ടാമത്തെ ജസ്നി. ഈ കുട്ടികളൊക്കെ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ അതിനകത്ത്? പാടും, പക്ഷെ അവര് ഇത് ഫീൽഡിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ഉപ്പാന്റെ പാത പിന്തുടർന്ന് പാടും അല്ലെ? അപ്പൊ നമ്മുടെ സമയം തീരുകയാണ്. വളരെ രസകരമായ ഒരു ജീവിത പശ്ചാത്തലത്തിലൂടെയാണ് ജാഫർ ജാസ് കടന്നുപോയത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ജോലിയും ചെയ്യും എന്ന് ആവർത്തിച്ച് പറയാനുള്ള ഒരു മനസ്സാർക്കുണ്ട്? ജാഫറിനുണ്ട്. എന്ത് തൊഴിലും ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. ജാഫറിനെ പോലുള്ള ആളുകൾക്ക് ആ കാലത്തിലുണ്ട്. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ മരണം അറിയാൻ ആൻറ്റിനെ പിറ്റ് ചെയ്ത കഥ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ചെറുപ്പം. പിന്നെ പ്രവാസ ലോകത്ത് അനുഭവിച്ചത്, മീൻകറി എടുത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്ന ഒരു അറബി, ചിക്കൻ കറി എടുത്ത് ഒഴിക്കുന്ന ഒരു അറബി തള്ളയാണ് അവരുടെ അവിടുത്തെ ഒളിച്ചോടേണ്ട അവസ്ഥ. ജീവിതത്തിൽ കടന്നു പോകുന്ന അധ്യായങ്ങൾ ചെറുതല്ല. എന്തായാലും ഈ ജാഫർ ജാസിൻ്റെ ജീവിതം, ജാസ് എന്നുള്ള പേര് കിട്ടുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഒരു അനുഭവമാണ്. ഈ അനുഭവം പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ സക്സസ് സ്റ്റോറി സമർപ്പിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച ജാഫർ ജാസിനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.